നമ്മൾ ജോസഫിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരായിരുന്നു ജോസഫ്? നീതിമാനും കർത്താവിനെതിരെ പാപം ചെയ്യാത്തവൻ, സത്യസന്ധൻ. ആ ജോസഫിനെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ജോസഫിനെ പറ്റി തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 1 മുതലുള്ള തിരുവചനം. ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. നമ്മൾ കണ്ടു, ജോസഫിനെ അവരുടെ സഹോദരന്മാർ ഒരു കൂട്ടം അവർക്ക് വിട്ടുകളഞ്ഞു. 20 വെള്ളിക്കാശിന് വേണ്ടി അവർ നേരെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയാണ് അടിമയായിട്ട്. ഒരു ഉദ്യോഗസ്ഥനെ കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വിലക്ക് വാങ്ങി. ജോസഫിനെ ഈജിപ്തിൽ പൊത്തിഫർ എന്ന് പറയുന്ന ആൾ അവനെ വിലക്ക് വാങ്ങി. ഫറവോയുടെ കൂടെയുള്ള ആളാണ് അവൻ. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുമ്പോഴും അവൻ്റെ ഉടുപ്പ് വലിച്ചു കീറുമ്പോഴെല്ലാം ദൈവമായ കർത്താവ് കാണുന്നുണ്ട്. ദൈവമായ കർത്താവ് ഇവനെ വിൽക്കുമ്പോഴും ഇവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും പൊത്തിഫോർക്ക് വിൽക്കുമ്പോഴുമെല്ലാം ദൈവമായ കർത്താവിൻ്റെ കണ്ണ് അവൻ്റെ മേലുണ്ടായിരുന്നു. എവിടെയെല്ലാം അവനെ കൊണ്ടുപോകുന്നു നോക്കുന്നതെന്ന് കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിക്കുമായിരുന്നു. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാണെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. കർത്താവ് അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും യജമാനന്, പൊത്തിഫർ യജമാനൻ, അവനെ എല്ലാം ബോധ്യമായി, വിശ്വാസമായി. നല്ല പെരുമാറ്റം, നല്ല ചുറുചുറുപ്പ്. കാരണം അവൻ്റെ കൂടെ ദൈവമാണുള്ളത്. അപ്പം ദൈവം ഒരു വ്യക്തിയുടെ കൂടെ, കർത്താവായ യേശു ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മനോഹരമായിരിക്കും, വളരെ നന്നായിരിക്കും. പിശാച് കയറി വന്നാലോ അവൻ തകർത്ത് കളയും. വെറുപ്പ്, ദേഷ്യം, മുൻകോപം, അടി, പിടി, അല്ലേ? കർത്താവാണെങ്കിലോ സുഖസുന്ദരമായിരിക്കും. എന്നും 100 ആ വ്യക്തി നിൽക്കും. ഹല്ലേലൂയ. അവൻ യജമാനൻ്റെ പ്രീതിക്കും പാത്രമായി. യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി. അവൻ ആ കുടുംബത്തിൽ വാഴണം. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ച് തൻ്റെ വീടിൻ മേൽനോട്ടവും തനിക്ക് എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. പൊത്തിഫറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവനവിടെ നിർത്തി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വിശ്വാസമായി. എല്ലാ കാര്യങ്ങളും, പൊത്തിഫറിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവൻ നോക്കാൻ തുടങ്ങി. എടുത്തുചാട്ടക്കാരനും കൂടിയാണല്ലോ, നമുക്ക് കാണാൻ പറ്റും. എന്തുണ്ടെങ്കിലും തുറന്നു പറയും. അതാണ് ആ സഹോദരന്മാരോട് ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ കളിയാക്കി പല്ലികടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും സ്വപ്നം കണ്ടെന്ന് പറയുമ്പോൾ ഇവനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെയാണ് സഹോദരന്മാരെ കണ്ട് പൊട്ടക്കിണറ്റിൽ തള്ളിയിരുന്നത്. അപ്പോൾ അവർ എടുത്തുചാട്ടക്കാരനും സത്യസന്ധനും പറയണതെല്ലാം നല്ല നല്ല കാര്യങ്ങളുമാണ്. അത് പൊത്തിഫറിന് ഒരുപാട് അനുഗ്രഹവും വിശ്വാസവുമായി മാറി. ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ്റെ ആ വീട്ടിൽ, പൊത്തിഫറിൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും, തോട്ടത്തിലെയും മുറ്റത്തിലെയും പറമ്പിലെയും ഒക്കെ കാര്യങ്ങളും, വീടിൻ്റെ എല്ലാം ഇവനെ ഏൽപ്പിക്കുകയാണ്. അവന് നല്ല വിശ്വാസമായി. ഹല്ലേലൂയ. ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. ഓക്കെ, ജോസഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കരം വഴിയാണ്. അപ്പോൾ കർത്താവ് തന്നെ അത് എത്ര ഇതായിരിക്കുമല്ലേ എന്ന് നോക്കിയേ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് കാണുന്നവർക്ക് കണ്ണിന് കുളിർമയേറും, 100 മേനി ഫലം പ്രവഹിക്കും. അവൻ്റെ കൂടെ എപ്പോഴും ദൈവമായ കർത്താവ് അവൻ ചെയ്യണ പണിയല്ല കർത്താവ് അനുഗ്രഹിക്കുകയാണ്. അതാണ് ആ യജമാനനെ അവനോട് ഭയങ്കര സ്നേഹമാകാനുള്ള കാരണം. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേൽ
കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. വയലിലും വീട്ടിലും കൃഷി സാധനങ്ങളെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം. അവൻ ചെയ്യണതൊക്കെ നല്ല ഫലപുഷ്ടിയായിട്ടാണ്. എല്ലാം കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. ഹല്ലേലൂയ. കാരണം കർത്താവാണ് അവൻ്റെ കൂടെയുള്ളത്. കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. അവൻ തൻ്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ വരമേൽപ്പിച്ചതിനാൽ എല്ലാ കാര്യത്തിനും താക്കോല് വരെ അവന് കൊടുത്തെന്നുള്ളതാണ്. അത്രയേറെ വിശ്വാസം. ഭക്ഷണത്തിനല്ലല്ലോ അല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അവന് വേണ്ടത് ഒരു വയറ് നിറയാനുള്ള ഭക്ഷണം, വേറെ ഒന്നും അവന് വേണ്ട. ശമ്പളവും ഇല്ല, ഒന്നും അവന് ആഗ്രഹിക്കണില്ല. അവന് ഭക്ഷണം മാത്രം മതി. വെറുതെ കിടന്ന് പണിതു വയലിലും വീടിലും എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ യജമാനന് ഭയങ്കരമായിട്ട് ഇവനെ താല്പര്യം തോന്നി. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുഖസുന്ദരനുമായിരുന്നു. ജോസഫ് വടിയൊത്ത ശരീരം, കാണാൻ നല്ല അഴകും, അങ്ങനെ സുന്ദരനായിരുന്നു ജോസഫ്. ആര് കണ്ടാലും നോക്കുകയും ചെയ്യും. നല്ല ജിമ്മ് പോലെ ഇരിക്കുകയാണ് ജോസഫ്. ഹല്ലേലൂയ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എല്ലാ ജോലികളൊക്കെ ചെയ്യണം കണ്ടപ്പോഴത്തേനും അവരുടെ ശരീരം കണ്ടപ്പോൾ അവൾക്കൊരു മോഹം. എൻ്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു. അവളെ കൂടെ ബന്ധപ്പെടാനായിട്ട് ഇവനോട് ആവശ്യപ്പെടുകയും. പക്ഷെ അവൻ സത്യസന്ധനും നീതിമാനുമാണ്. അവൻ ചെയ്യില്ല. അവൻ എന്താ പറഞ്ഞെന്ന് നോക്കിയോട്ടോ. പക്ഷേ അവൻ വണങ്ങിയില്ല. ആ യജമാനത്തിൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ അതിനൊന്നും വണങ്ങിയില്ല. അവന് ഒരു നേരത്തെ ആഹാരം മതി. പണിതുള്ള എല്ലാ പണിയും അവൻ ചെയ്യും. വിശ്വാസത്തോടുള്ള ജോലി മേഖലകൾ. അവൻ അവളോട് പറഞ്ഞു, ഞാൻ ഉള്ളത് കൊണ്ട് യജമാനന് വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല. വീട്ടിലെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. എല്ലാം ഞാൻ ചെയ്യും, അവൻ്റെ ഭാര്യയോട് പറയും. പക്ഷെ അവൾ എന്താ നോക്കണത്? ഇവൻ്റെ ശരീരം, എൻ്റെ കൂടെ ശയിക്കുക, എൻ്റെ കൂടെ കിടക്കുക. അവൾ കാമം മൂത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവന് അതൊന്നുമില്ല. ഇവന് മനസ്സാക്ഷിയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ, ജോലി ചെയ്യുന്ന ആ ആളുടെ മുമ്പിൽ അവന് ഒരു നേരത്തെ ആഹാരം മാത്രം മതി. ഇതാണ് ദൈവമായ കർത്താവ് അവനെ കൂടുതൽ സ്നേഹിക്കുന്നത്. പക്ഷെ അവിടെ വഴിതെറ്റിക്കാൻ പിശാച് കയറി വരികയാണ്. വ്യഭിചാര ദുർഭൂതം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ഇരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ലല്ലോ. അവൾ തന്നെ പറയുന്നു, എന്നേക്കാൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്നെ ഏൽപ്പിച്ചേക്കാണ്. എന്നേക്കാൾ നല്ലതായിട്ട് നോക്കാൻ ഈ വീട്ടിൽ ആരും തന്നെ ഇല്ലല്ലോ എന്നൊക്കെ ഇവൻ അവളോട് പറയുന്നു. എൻ്റെ മേൽനോട്ടത്തിൽ നിന്നും നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. നിങ്ങളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും എന്നെ ഏൽപ്പിച്ചേക്കാണ്. അദ്ദേഹം നോക്കണ പോലുമില്ല. അപ്പം അവൻ പറയണ വാക്കിനൊക്കെ അർത്ഥമുണ്ട്. അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഈ നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അവസാനത്തെ വാക്കുകളുണ്ട്. ഇത്ര നീചമായി, ഇത്ര ക്രൂരമായി, ഇത്ര വലിയ പാപം നിങ്ങളും ഞാനുമായിട്ട് ചെയ്യാൻ ഞാൻ എങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കും? എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിവർന്നു നിൽക്കുമെന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. ശരിയല്ലേ? അവൾക്കതൊന്നല്ല ആവശ്യം. അവൾക്ക് അവനെ വേണം നശിപ്പിക്കാം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? കർത്താവ് വിട്ടുപോകും. പിന്നെ കർത്താവിനെ അവന് കാണാൻ പറ്റില്ല. തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ കർത്താവ് നിൽക്കില്ല, നിൽക്കില്ല ഒരു കാരണവശാലും. പാപം ചെയ്യുന്നവൻ പുറത്ത്. പാപം ചെയ്യാതെ അവൻ പറയണ്ട, ഇത്ര നീചമായി ഞാൻ എങ്ങനെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കും? തെറ്റ് ചെയ്യുക. അനുദിനം അവൾ പറഞ്ഞിട്ട് അവളോടുകൂടെ ശയിക്കാനോ അവളോടുകൂടി ഇരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. അവളുടെ കൂടി ഇരിക്കാനോ
അപ്പോൾ അവളതൊക്കെ പറയണുണ്ട്, നീ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുക, സംസാരിക്കുക. ഒന്നും അവൻ കൂട്ടാക്കിയില്ല, ഇരിക്കായിട്ട് സംസാരിക്കായിട്ട് ഒന്നും തന്നെ ജോസഫ് ചെയ്തില്ല. അവൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളിൽ. ഹല്ലേലൂയ. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. അപ്പം അവൻ പുറത്താണ് പണിയെടുക്കുന്നതൊക്കെ, അടിച്ചു വാരുകയും ക്ലീൻ ചെയ്യുകയും പറമ്പിലെ പണിയെല്ലാം ചെയ്യണ സ്ഥലത്ത് ഒരു ദിവസം വീട്ടിനുള്ളിൽ എന്തെങ്കിലും പണി ചെയ്യാൻ ഇവിടെ തന്നെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവൻ വീട്ടിനുള്ളിലേക്ക് കയറിയാണ് ആദ്യമായിട്ട്. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു, ആരുമില്ല. അപ്പോഴാണ് ഇവൾ വിളിച്ച് കയറ്റിയാക്കണത്. ഇവളാണ് കയറ്റി, അതവിടെ പറയണില്ല. അവൾ വിളിക്കാണ്ട് ഇവനകത്ത് കയറാൻ പറ്റും, പുറത്തുള്ള പണികളൊക്കെ ചെയ്യണത്. അങ്ങനെ അവനകത്ത് കയറി. അപ്പോൾ അവൾ അവൻ്റെ മേലെങ്കിൽ കടന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. വീണ്ടും ഇത് അകത്ത് കയറിയപ്പോഴാണ് സംഭവിച്ചത്. മറ്റേത് പുറത്ത് നിന്നപ്പോഴാണ് സംഭവിച്ചത്. ഇതിപ്പോൾ അകത്ത് കയറ്റി അവന് പണിയുണ്ടെന്ന് പറഞ്ഞ് അവനെ കടന്ന് പിടിക്കേണ്ടത്. ഹല്ലേലൂയ. മേലെങ്കിൽ അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്ത് വന്നു. അല്ലെങ്കിൽ അവൾ പിടിച്ചെടുത്ത ഉടുപ്പ് ഊരി ദൂരെ കളഞ്ഞിട്ട് അവൻ ഓടി പുറത്തിയാടി, തെറ്റിയാതിരിക്കാനായിട്ട്. കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിനുള്ളിൽ അവരെ വിളിച്ചു പറഞ്ഞു. അവൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവൾ കൂകി അവിടെ കിടന്നുണ്ട്, എന്നെ പിടിക്കാൻ തന്നെ അതേ നോക്കി അവനെ കുടുക്കിയാണ് അവൾ. നമുക്ക് അപമാനം വരുത്താൻ അവൻ ഇതാ ഒരു എബ്രായക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എബ്രായക്കാരനെ എന്നെ നശിപ്പിക്കാൻ കൊണ്ടുവന്നാക്കിയത് ഇവൾ തിരിഞ്ഞ് അവൻ്റെ മേലേക്ക്. അതങ്ങനെയല്ലേ പറയുള്ളൂ. ഒരു സ്ത്രീ പറയണതേ അവിടെ വിശ്വസിക്കുള്ളൂ, പുരുഷൻ പറയണതൊന്നും എവിടെയും വിശ്വസിക്കില്ല. പിന്നീടാണ് അത് തെളിഞ്ഞു വരാം. അപ്പം പാപം ചെയ്യാനായിട്ട് അവൾ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ അവൻ സമ്മതിക്കാതെ അവൻ അവിടെ നിന്ന് പുറത്ത് ചാടി. അത് കഴിഞ്ഞിട്ട് യജമാനൻ വന്നപ്പോൾ ഇവളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവൻ്റെ ഈ ഉടുപ്പ് എടുത്ത് കാണിക്കുകയും ചെയ്തു. കണ്ട, ഞാനത് പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞു. അവനെ കുറ്റപ്പെടുത്തി അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. യേശുവേ നന്ദി. ബാക്കി ഭാഗം ഞാൻ അടുത്ത ദിവസമായിരിക്കും കാണിക്കുന്നത്. ഹല്ലേലൂയ. ആവേ മറിയ.